അതുപോലെ നമ്മുടെ മോദിജിയുടെ മന്ത്രിസഭയിലേക്ക് പോവുകയാണെങ്കിൽ കൊള്ളാൻ തോന്നിയൊരു മന്ത്രി ആരാ ഉള്ളത്? ഈ പീയൂഷ് ഗോയലിനോട് ഞാൻ പല പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം വളരെ ഇതായിട്ട് എനിക്ക് തോന്നിയിരുന്നു, നല്ല ഒരു മന്ത്രിയായിട്ട് എനിക്ക് തോന്നിയിരുന്നു. നല്ല ആളുകളൊക്കെ അതിൻ്റെ അകത്തുണ്ട്. ഇപ്പൊ ജയശങ്കർ വലിയ ഫോറിൻ എക്സ്പേർട്ട് അല്ലേ, അദ്ദേഹം ഫോറിൻ സെക്രട്ടറി ആയിരുന്ന ആളാണ്. പിന്നെ ഗവൺമെന്റിന്റെ പോളിസി എല്ലാവർക്കും ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. മന്ത്രിമാരൊക്കെ നല്ല കഴിവുള്ള മന്ത്രിമാരൊക്കെ, അവരുടെ കൂട്ടത്തിലൊക്കെ ക്യാബിനറ്റ് മന്ത്രിമാരൊക്കെ നല്ല ആളുകളൊക്കെ ഉണ്ട്, നല്ല കപ്പാസിറ്റി ഉള്ള ആളുകൾ. നമ്മൾ എന്നൊരു കാര്യം സംസാരിക്കുമ്പോൾ അതിനോട് നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന ആളൊക്കെ ഉണ്ട്. ഈ കേരളത്തിന്റെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഇവര് കൃത്യമായി കേൾക്കാനൊക്കെ തയ്യാറാകുന്നുണ്ടോ? അല്ല, പറഞ്ഞാൽ കേൾക്കും. ഒരു പോളിസി ഉണ്ടല്ലോ, ഒരു രീതി ഉണ്ടല്ലോ, ഒരു സ്റ്റേറ്റിനോടൊക്കെയുള്ള ഒരു പ്രത്യേകത. അത് ഒരു പക്ഷപാതമുണ്ട്, ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ട്, വിവേചനമുണ്ട് അവർക്ക്. അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ അലൈസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ വാരിക്കോരി കൊടുക്കുക, അവര് ഇല്ലാത്ത സംസ്ഥാനങ്ങളിൽ അവരെ പിടിച്ചു വയ്ക്കുക തുടങ്ങിയ ഒരു യൂണിയൻ ഗവൺമെന്റ് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ കോൺഗ്രസ് ഒന്നും യൂണിയൻ ഇരിക്കുന്ന സമയത്തിൽ ഒരു പാറ്റേണിൽ അങ്ങോട്ട് പോകുന്നു, അല്ലാതെ ഏതെങ്കിലും ഗവൺമെന്റിനെ കയറിയിട്ട് സാമ്പത്തിക കാര്യത്തിലൊന്നും അങ്ങനെയൊന്നും. ഈ മോദിജിയുടെ അല്ലെങ്കിൽ BJPയുടെ ഈ ഒരു വളർച്ച നിങ്ങളെ അമ്പരപ്പിക്കുകയും പേടിപ്പിക്കുകയും ചെയ്യുന്നുണ്ടോ? ഞാനത് നോക്കിക്കാണുന്നത്, എനിക്ക് തെരഞ്ഞെടുപ്പ്, ഞാൻ ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള ഒരാളാണ്. എനിക്ക് തെരഞ്ഞെടുപ്പ് ഭയങ്കര ഇഷ്ടമാണ്. ചെറുപ്പത്തിലെ തൊട്ട് തന്നെ, സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ട് തന്നെ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കും. കോളേജിൽ മിക്കവാറും വർഷം മത്സരിച്ചിട്ടുണ്ട്. ഇപ്പം അസംബ്ലിയിൽ തന്നെ ഇപ്പോൾ 25 വർഷമായി. BJPയുടെ ഏറ്റവും വലിയ പ്രത്യേകത ആയിട്ട് എനിക്ക് തോന്നിയത്, അവരൊരു എലക്ഷൻ ഓറിയന്റഡ് പാർട്ടിയാണ്. രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ കാര്യങ്ങൾ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ മാത്രം പോലെ തെരഞ്ഞെടുപ്പിൽ ജയിക്കും. തെരഞ്ഞെടുപ്പിൽ ജയിക്കുക, അവർ ഏത് വഴിയും നോക്കുക, അത് വേറെ പ്രശ്നം. അതിനോട് എനിക്ക് യോജിപ്പില്ല. നമ്മളൊന്നും അങ്ങനെ ചെയ്യില്ല. നമ്മളൊന്നും ഏത് വഴിയും നോക്കിയിട്ടൊന്നും തെരഞ്ഞെടുപ്പ് ജയിക്കാൻ നോക്കില്ല. ഇവർ ഏത് വഴിയും നോക്കും. ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അവർ അടുത്ത തെരഞ്ഞെടുപ്പിലേക്കുള്ള വർക്കും. എലക്ഷൻ ഓറിയന്റഡ് പാർട്ടിയാണ് BJP. അതാണ് BJPയുടെ പ്ലസ്, അവരുടെ പ്ലസ്. അവർ ജയിക്കുന്നത് അതുകൊണ്ട്. അപ്പൊ എന്റെ ആഗ്രഹം കോൺഗ്രസ് അതുപോലെ ആകണമെന്നാണ്. കുറച്ചുകൂടി നേരത്തെ ആയിരുന്നു, കുറച്ചുകൂടി നമ്മളാകണം. നമ്മുടെ ഒരു ഇതാണല്ലേ. കേരളത്തിൽ പോലും നമ്മളിപ്പോ ഇലക്ഷൻ ജയിക്കാൻ തുടങ്ങിയതുകൊണ്ട് നമ്മൾ ആ പ്രിപ്പറേഷൻ നടത്തിയോണ്ട് എല്ലാ ഇലക്ഷൻ ജയിക്കുക. ബൈ ഇലക്ഷൻസ് എല്ലാം ജയിക്കുവാണ്. ലോക്കൽ ബോഡിയിലേക്ക് നടന്ന ബൈ ഇലക്ഷൻസ് ജയിക്കുകയാണ്. അസംബ്ലി നടന്ന ബൈ ഇലക്ഷൻ ജയിക്കുകയാണ്. പാർലമെന്റിൽ ഭയങ്കര വിജയം ഉണ്ടായി. ഇപ്പൊ ലോക്കൽ ബോഡി 30 കൊല്ലത്തെ ഏറ്റവും വലിയ വിജയം, 30 വർഷത്തെ വിജയശില്പിയാണ്. അതല്ല, ടീമാണ്. അപ്പൊ എനിക്ക് റോളുണ്ട്, ഞാൻ ഇല്ല എന്നൊക്കെ പറഞ്ഞ് എളിമ കാണിക്കുന്നില്ല. എനിക്ക് നല്ല റോളുണ്ട്. പക്ഷെ ടീമാണ്. അതെല്ലാവരും നിന്നും, എല്ലാവരും അവരവരുടെ ജില്ലകളിൽ എത്രയോ പേര് പോയി, എത്രയോ ദിവസങ്ങൾ താമസിച്ച് ഒക്കെ ചെയ്താണ്. ഒരു വർക്കാണ്, ടീം വർക്കാണ്. ആ ടീം വർക്കാണ് ഈ അസംബ്ലിയിലും ഞങ്ങൾക്കുണ്ട്. ആ ടീം വർക്കുണ്ട്. ഇലക്ഷൻ അങ്ങനെ ഒരു പാഷനേറ്റ് ആയിട്ട് കണ്ട്, ഒന്ന് തെരഞ്ഞെടുപ്പ് ജയിക്കാനുള്ളതും തോക്കാനുള്ളതും മാത്രമല്ല, ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടി, നമുക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ജനങ്ങളോട് പറയാനൊക്കെ കിട്ടുന്ന ഒരു അവസരമാണ് തീർച്ചയായിട്ടും. അപ്പൊ ഇപ്പം നമ്മളൊരു യാത്ര തുടങ്ങല്ലേ, ഒരു മാസത്തേക്ക് യാത്ര തുടങ്ങുകയാണ്. ഞാൻ ആലോചിക്കുന്നത്, ആ യാത്ര സാധാരണ ഒരു കൺവെൻഷണൽ ആയിട്ടുള്ള യാത്രയാണ്. നമ്മളൊക്കെ കേൾക്കുമ്പോൾ ചിരിക്കാറുണ്ട് പലപ്പോഴും, ഈ രാഷ്ട്രീയക്കാരുടെ കേരള യാത്ര. ഞാനത് ആലോചിക്കണം, ഞാനും ചിരിച്ചിട്ടുണ്ട്. ഞാൻ അതിന്റെ സംഘാടകനായിട്ടുണ്ട്, മുഖ്യ സംഘാടകനായിട്ടുണ്ട്, ചിരിച്ചിട്ടുണ്ട്. ഇങ്ങനെ താങ്കൾ പറഞ്ഞതുപോലെ എന്തുവാന്ന് വിചാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പൊളിറ്റിക്സ് പറയേണ്ടി വരും, കാരണം ഇലക്ഷനാണ്. പക്ഷേ ഒരു 75-80% സമയം കേരളത്തെ കുറിച്ച് പറയണം ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു ചേഞ്ച്. കുട്ടികളൊക്കെ കേൾക്കട്ടെ, പുതിയ ചെറുപ്പക്കാരും കേൾക്കട്ടെ. നമ്മളിപ്പോ പറഞ്ഞ വിഷയങ്ങൾ ഉൾപ്പെടെയുള്ള ഒരുപാട് വിഷയങ്ങൾ, നമ്മളെല്ലാം പറഞ്ഞില്ല. ഞാൻ ഏവിയേഷൻ്റെ അകത്തുള്ള കുറേ കാര്യങ്ങളുണ്ട്. പുതിയ കേരളത്തെ കുറിച്ചുള്ള നമ്മുടെ സ്വപ്നങ്ങൾ, അത് അതൊന്ന് ഷെയർ ചെയ്യുക. എന്താണ് ഞങ്ങൾ പേരിട്ടിരിക്കുന്നത് പുതുയുഗ യാത്ര എന്നാണ്, ന്യൂ ഇയറ എന്നാണ്. അതായത് അത് പൊളിറ്റിക്കൽ ആയിട്ടുള്ള പേരല്ല. അതായത് ഒരു ഈറ അവസാനിച്ചു, ന്യൂ ഇയറ, ഒരു പുതിയ യുഗത്തിലേക്കുള്ള ഇതാണ്, ഒരു പുതിയ കാലം. അപ്പൊ അതിനെക്കുറിച്ചാണ് ചർച്ച, കേരളത്തെ കുറിച്ചാണ് ചർച്ച. അപ്പൊ കേരളത്തിൽ ഇതുവരെ നടത്തിയിരിക്കുന്ന, ഞാൻ അവരെയൊന്നും കുറ്റപ്പെടുത്തില്ല, അവരൊക്കെ വലിയ ചേഞ്ച് ഉണ്ടാക്കിയ, ഇലക്ഷനിലൊക്കെ വലിയ ചേഞ്ച്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, AK ആന്റണിയൊക്കെ 2001 നടത്തിയ യാത്രയൊക്കെ വലിയ മാറ്റം ഉണ്ടാക്കിയ യാത്രയാണ്. നല്ലതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. ഞാനൊക്കെ മത്സരിച്ച് ആദ്യം ജയിച്ച MLA ആവുന്ന സമയത്തൊക്കെയാണ്. അതൊന്നും ചെറുതായിട്ടല്ല, പക്ഷെ കാലം മാറി. 25 വർഷം മുമ്പ് AK ആന്റണി മോചനയാത്ര നടത്തുന്ന സമയത്തുള്ള അന്തരീക്ഷമല്ല, കേരളമല്ല. ഇനി ഇപ്പൊ ഞാൻ പറഞ്ഞു, നമ്മളിപ്പോ പ്രതിപക്ഷത്താണ്, ഗവൺമെന്റിനെ വിമർശിക്കും, ഗവൺമെന്റിനെ എക്സ്പോസ് ചെയ്യും.
ഇനി നമ്മൾ പ്രതിപക്ഷം മാത്രമല്ല, ഗവൺമെന്റ് എവിടെയാണ് ഫെയിൽ ചെയ്തത് അവിടെ നിങ്ങൾക്ക് എന്താ പ്ലാൻ? അതുണ്ടല്ലോ. നിങ്ങൾ സാമ്പത്തികമായി കേരളത്തെ തകർത്തു, എന്റെ ഒരു നെറേറ്റീവാണ്. കേരളത്തെ വലിയ കടക്കണിയിലാക്കി. നിങ്ങൾ വന്നാലോ? നിങ്ങൾ വന്നാൽ ഞങ്ങൾ വന്നാൽ ഞങ്ങൾക്ക് പദ്ധതിയുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞു ഹെൽത്ത് കേരള ഈസ് ഇൻ വെന്റിലേറ്റർ. ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ്. നിങ്ങൾ ആ വെന്റിലേറ്ററിൽ നിന്ന് ആ രോഗിയെ മോചിപ്പിച്ച് ആരോഗ്യമതിയായ ഒരാളാക്കി കേരളത്തിലെ ആരോഗ്യ രംഗത്തെ മാറ്റണ്ടേ? അതിന് നിങ്ങൾക്ക് എന്താ? അതുകൊണ്ടാണ് ഹെൽത്ത് കോൺക്ലേവ് നടത്തി ഡോക്ടേഴ്സായിട്ട് ഡിസ്കസ് ചെയ്ത് ഒരു ഡോക്യുമെന്റ് വരും. ഇന്നലെ ഇൻഡസ്ട്രി കോൺക്ലേവ് നടത്തി, അതിനു മുമ്പ് എഡ്യൂക്കേഷൻ നടത്തി. അപ്പൊ എല്ലാ രംഗത്തും നമുക്ക് ഓൾട്ടർനേറ്റീവ് പ്ലാൻസ് ഉണ്ട്. അപ്പൊ അത് ചർച്ചയാക്കിയിട്ട് അത് ചർച്ചയായിട്ട് രാഷ്ട്രീയമൊക്കെ വരും, അതും ഇതൊക്കെ പറയും ഇടയ്ക്ക്. കേരളമാണ്, അങ്ങനെ പെട്ടെന്ന് മാറാൻ പറ്റില്ല. പക്ഷേ നമുക്ക് കുറെ കൂടി ഗൗരവത്തോടു കൂടി സ്റ്റേറ്റിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു അന്തരീക്ഷം തന്നെ. ഡിബേറ്റ് ആയിക്കോട്ടെ, ഇപ്പൊ ഒരു പ്രോജക്റ്റ് വന്ന് ഡിബേറ്റ് ചെയ്തോട്ടെ. നമ്മളൊരു എന്റെ ധാരണ കേരളത്തിലെ ഏത് പ്രോജക്റ്റ് വന്നാലും എതിർപ്പ് വരുമെന്നല്ലേ? അല്ല, എപ്പോഴും നമുക്ക് ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ടാണ്. നമുക്ക് കൊണ്ടുവരുന്ന പ്രോജക്റ്റ്, ഇപ്പൊ ഞാനൊരു പ്രോജക്റ്റ് കൊണ്ടുവരാം, ഞാൻ ആ പ്രോജക്റ്റിനെ കുറിച്ച് ജനങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യണം. 1 2 3 4 5 6 പറയണം. ഇതിൽ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ പറ്റും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇതുണ്ടോ? ക്ലിയർ ചെയ്യാം. നമുക്ക് ക്ലാരിറ്റി വേണം. ഇത് കൊണ്ടുവരുന്നവർക്ക് ക്ലാരിറ്റി ഇല്ല. ഏത് ഞാൻ ആരെയും കുറ്റപ്പെടുത്തി പറയല്ല, കൊണ്ടുവരുന്നവർക്ക് ക്ലാരിറ്റി ഇല്ല. അപ്പൊ ഒരു ഉദ്യോഗസ്ഥന്റെ മുഖത്തേക്ക് നോക്കും, അടുത്തിരിക്കുന്ന വായി തോന്നുന്ന എന്തെങ്കിലും പറയും. അപ്പൊ അങ്ങനെയല്ല. പ്രോജക്റ്റ് കൊണ്ടുവരുമ്പോ ഞാൻ പറയും കോസ്റ്റൽ ഷിപ്പിംഗ് നമ്മൾ കൊണ്ടുവരുമ്പോൾ മത്സ്യത്തൊഴിലാളികളെ ബാധിക്കുമോ? അവരുടെ ജീവിതത്തെ ബാധിക്കുമോ? അവിടുത്തെ മീൻപിടുത്തത്തെ ബാധിക്കുമോ? അതില്ലാതെ നമുക്കത് എങ്ങനെ കവർ ചെയ്യാൻ പറ്റും? ആ ചോദ്യം ഉണ്ട്, നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ ഈ ആരായിരിക്കും ബെനിഫിഷ്യറി? കൊടുന്ന കേരളമായിരിക്കും. അതേ അവസരത്തിൽ തീരപ്രദേശത്ത് ജീവിക്കുന്ന ഒരുപാട് സാധാരണ മനുഷ്യരുണ്ട്. നിങ്ങൾക്കൊരു 1/3 അവിടുത്തെ ജോലിയല്ല അവർക്ക് സംവരണം ചെയ്താൽ എന്താ കുഴപ്പം? തീരപ്രദേശത്ത് ജീവിക്കുന്ന പാവപ്പെട്ടവരുടെ മക്കൾക്ക് 1/3 അവരുടെയായി ആ പ്രോജക്റ്റ്. തൊടാൻ പറ്റൂല ഒരാൾക്ക്, അങ്ങോട്ട് ചെന്ന ഞങ്ങളുടെ പ്രോജക്റ്റാ. നമ്മളെപ്പോഴും ടൂറിസം ഒക്കെ അങ്ങനെ ചെയ്യണം. ഒരു നാട്ടിൽ കൊണ്ടുപോയിട്ട് ഒരു ടൂറിസം പ്രോജക്റ്റ് കൊണ്ടുവന്നു, എൻ്റെ അഭിപ്രായത്തിൽ 50% അവിടെയുള്ളവർക്ക് കൊടുക്കും. അപ്പോൾ അത് അവരുടെ പ്രോജക്റ്റായി. നമ്മൾ അങ്ങോട്ട് ചെന്ന് ആരെങ്കിലും ചെന്നൊരു കള്ളുടിച്ച് പോലും വെള്ളം ഉണ്ടാക്കാൻ പറ്റും, അടി കിട്ടും ഇല്ലേ? കാരണം എന്താ? ഞങ്ങളുടെ അവന്റെ ഉപജീവന മാർഗമാണ് ഈ പ്രോജക്റ്റ് പോയാൽ. അപ്പൊ അവരുടെ വീട്ടിലെ പ്രോപ്പർട്ടി പോലെ അതിനെ പ്രൊട്ടക്ട് ചെയ്യും. അങ്ങനെയുള്ള ചെറിയ ചേഞ്ചസ് ഒക്കെ നമ്മൾ ചെയ്യണം. അപ്പോൾ ചെല്ലുമ്പോൾ അറിയാം വാ എന്ന് പറയുന്നത് നമ്മൾ ഹോസ്പിറ്റാലിറ്റി നോക്കിക്കോ. അങ്ങനെയുണ്ടെങ്കിൽ എൻ്റെ മക്കള് ജോലി ചെയ്യുന്ന സ്ഥലമാണ്, ഞങ്ങളുടെ ഇത് ചെയ്യണ സ്ഥലം, നമ്മുടെ പ്രോജക്റ്റാണ്. ഒരലമ്പ് കൂടെ ഉണ്ടാവാൻ പാടില്ല. ബംഗാളികൾക്ക് ഉള്ള അഭിമാനം ഞങ്ങളുടെ പ്രോജക്റ്റാണ്. ഈ ആരോഗ്യത്തെ പറ്റി പറഞ്ഞപ്പോൾ സഹചാണ്ട കാര്യത്തിൽ ആരോഗ്യം ഈ പറഞ്ഞാൽ ഇതുപോലെ എങ്ങനെ ഈ ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യുന്നത്? എന്താണ് ഇതിന്റെ പിന്നിലുള്ള രഹസ്യം? നമ്മുടെ ഈ പലർക്കും ഈ മെലിയാനിരിക്കുന്നവർക്ക് ഒരു ഉപദേശം കൂടി ആയിക്കോട്ടെ. ഞാൻ സത്യത്തിൽ കഴിഞ്ഞ ഒരു 10-20 വർഷമായിട്ട് ഒരേ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാം. ഒരേ വെയിറ്റ് ഒരു 70-72 അത് മെയിൻറ്റെയിൻ ചെയ്യാണ്. അത് പോവാതെ മെയിൻറ്റെയിൻ ചെയ്യാം. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഞാൻ ഭയങ്കര ഭക്ഷണപ്രിയനായിരുന്നു. പക്ഷെ ഭക്ഷണം ഞാൻ ഇപ്പോഴും ഭക്ഷണപ്രിയനാണ്. ഭക്ഷണം നന്നായിട്ട് കൺട്രോൾ ചെയ്യും. ഞാനൊരു സിസ്റ്റം കൊണ്ടുവന്നിട്ട് പകുതിയെ കഴിക്കുള്ളൂ, എനിക്ക് അത്രയും കൂടി കഴിക്കാൻ പറ്റും. അപ്പൊ ഞാൻ നിർത്തും. എളുപ്പമല്ലായിരുന്നു തുടക്കത്തിൽ, പക്ഷെ ഇപ്പൊ എനിക്കത് പറ്റും. നോൺ വെജ് കഴിക്കും, എല്ലാം കഴിക്കും, എല്ലാ ഭക്ഷണവും കഴിക്കും. പക്ഷെ കൺട്രോൾഡാണ്, വളരെ കുറച്ചേ കഴിക്കുള്ളൂ. ക്വാണ്ടിറ്റി വളരെ കുറവാണ്. ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തെ കുറിച്ച് എനിക്ക് സംസാരിക്കുന്നതിനും ഭയങ്കര ഇഷ്ടമാണ്. കേരളത്തിന്റെ തന്നെ ഒരു വെറൈറ്റി ഉണ്ടല്ലോ. ഇപ്പൊ കാസർഗോഡ് ഭക്ഷണത്തിന്റെ രീതി വേറെ, കോഴിക്കോട് അല്ല കണ്ണൂർ ചെല്ലുമ്പോൾ തലശ്ശേരിയിലെ ഭക്ഷണം വേറെ. തലശ്ശേരിക്കാരുള്ള ഇവിടെയൊക്കെ ഒന്ന് റെസ്റ്റോറൻ്റ് ഒക്കെ തുടങ്ങിയിരിക്കുന്നു. കോഴിക്കോട് ചെല്ലുമ്പോൾ കോഴിക്കോടത്തെ ഒരു ഭക്ഷണം, തൃശ്ശൂർ വരുമ്പോൾ തൃശ്ശൂരത്തെ വേറെ ഇത്. അപ്പം പിന്നെ ഓരോ കമ്മ്യൂണിറ്റി ഇപ്പോൾ സിറിയൻ കാത്തലിക്കിന്റെ ഭക്ഷണം വേറെ രീതി. തൃശ്ശൂർ കോഴിയും കുമ്പളങ്ങയുണ്ട്. ഇവിടെ ഈ പാലാ അങ്കമാലി സൈഡിൽ പോകുമ്പോൾ അവരുടെ പോർക്കും കുറുക്കയുണ്ട്. പിന്നെ മീൻ പറ്റിച്ചതുണ്ട്, പിന്നെ ബീഫ് ഒലത്തിയതുണ്ട്, പിന്നെ ഈ ഫിഷ് മാംഗോ കറിയുണ്ട്. അത് കൊറിയാനികളുടെ ഫിഷ് മാംഗോ കറിയില്ലേ, അവർ കുറച്ച് മീനിടും. മീൻ കാണില്ല, ചിലപ്പോൾ മുള്ളു കിട്ടിയ ഭാഗ്യം. 500 പേർക്ക് ഭക്ഷണം കഴിക്കാൻ ചിലപ്പോൾ 5 കിലോ മീനിടുള്ളൂ. പക്ഷേ യാക്കോബായക്കാരുടെ ഫിഷ് മാംഗോ കറിയിൽ കൂടുതലും മീനുണ്ടാവും. പിന്നെ അതുപോലെ നമ്മുടെ ലത്തീൻ ഇതുണ്ട്, കരിമീൻ മപ്പാസ് ഉണ്ട്. പിന്നെ കല്യാണത്തിന്റെ തലേദിവസം ഉച്ചതൊട്ട് ഇപ്പം എന്നൊക്കെ കുറവാണ്.
ഈ സ്ത്രീകളെല്ലാം കൂടി ഇരുന്ന് ക്ലീൻ ചെയ്ത് പോട്ടിക്കറിയുണ്ട്. പൊടിക്കറി. അസാമാന്യ ലത്തീൻ ഇതാണത്, ഭയങ്കരമായിട്ടുള്ള. അങ്ങനെ ഓരോ കമ്മ്യൂണിറ്റിക്ക് ഓരോ രീതിയിൽ ഉള്ള ഭക്ഷണമുണ്ട്, ഓരോ പ്രദേശത്തിനുണ്ട് ഓരോ ഭക്ഷണം. ഇപ്പൊ തിരുവനന്തപുരത്തെ ഭക്ഷണമല്ല കൊച്ചിയിലെ ഭക്ഷണം ഇപ്പൊ സ്പ്രെഡ് ചെയ്ത് തുടങ്ങി. ഞാൻ കളിയാക്കി പറയും ഓരോ പ്രദേശത്തിനെ കളിയാക്കി ഞങ്ങൾ ഇങ്ങനെ ഭക്ഷണം പറയും. അതായത് മലബാർ ചെല്ലുമ്പോ ഒരു കാപ്പി കുടിച്ചിട്ട് നിർബന്ധിക്കും. കാപ്പി കുടിക്കാൻ ചെല്ലുമ്പോ ഒരു 50 ഐറ്റം ഉണ്ടാവും ടേബിളിൽ, കംപ്ലീറ്റ് സ്പ്രെഡ് ഉണ്ടാവും. അപ്പൊ ഞാൻ തമാശ പറയും, കൊച്ചിയിലാണെങ്കിൽ ഞങ്ങളൊരു കാപ്പി കുടിച്ചിട്ട് പോകാനൊക്കെ പറയും, ഭാഗ്യമുണ്ടെങ്കിൽ ഒരു ബിസ്ക്കറ്റ് കൂടി കിട്ടുന്നു. അപ്പൊ തിരുവനന്തപുരത്തെ കളിയാക്കി ഞങ്ങൾ പറയും, വരുമ്പോ തന്നെ ചായകളൊക്കെ കുടിച്ചിട്ടാണല്ലേ വന്നതെന്ന് ചോദിച്ചത്. തമാശ, അവരങ്ങനെയൊന്നും അല്ലട്ടോ, അവരങ്ങനെയൊന്നും അല്ല എന്ന് പറയും, കളിയാക്കിയൊക്കെ ഇങ്ങനെ പറയും. തിരുവനന്തപുരത്തുകാരൊന്നും ഇപ്പൊ അങ്ങനെയൊന്നും അല്ല. ഇപ്പൊ ഈ പറയുന്നതുണ്ടല്ലോ, ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. ഇപ്പൊ മലബാറിലെ ഭക്ഷണം കൊച്ചിയിൽ കിട്ടി തുടങ്ങി. ഇപ്പൊ ഞാൻ കായംകുളത്ത് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോ മലബാർ കിട്ടുന്ന ഈ ഒരു മുസ്ലിം ഫുഡ് ഉണ്ടല്ലോ, അത് കിട്ടി, അവിടത്തെ കിട്ടി ഇപ്പൊ സ്പ്രെഡ് ചെയ്തു എല്ലാ സ്ഥലത്തേക്കും. എനിക്ക് സോഷ്യൽ മീഡിയയുടെ ഒരു ഫലം കൂടി ഉണ്ട്. അതല്ല, ഓരോ പ്രദേശത്തിനും ഓരോ കമ്മ്യൂണിറ്റിക്കും അവരുടെ ഒരു ട്രഡീഷൻ. പിന്നെ ചില വീടുകളിൽ ചില അമ്മമാരുടെ ചിലപ്പോൾ അത് മക്കൾക്ക് കിട്ടില്ല. ഇപ്പൊ എൻ്റെ അമ്മ ഉണ്ടാക്കിയിരുന്ന ഭക്ഷണം എൻ്റെ പെങ്ങൾക്ക് അതുപോലെ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ എൻ്റെ മൂത്ത ചേട്ടൻ്റെ വൈഫാണ് അതുപോലെ ഉണ്ടാക്കണം. അതിന് ഒരു പെങ്ങളുടെ വേറെ രീതിയാണ് ഭക്ഷണം എന്ന് പറഞ്ഞ മാതിരി ചില വീട്ടിലെ ചില അമ്മമാരുടെ സ്പെഷ്യൽ സാധനങ്ങളുണ്ട് ഇല്ലേ. നമ്മളൊക്കെ പണ്ടിങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത്, അമ്മയുള്ള സമയത്ത് ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് പറയും. അപ്പൊ നമുക്കറിയാം വീട്ടിൽ ചെല്ലുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സാധനം, ഏറ്റവും ഇഷ്ടമുള്ള സാധനം ഉണ്ടാക്കി. നമ്മളിപ്പോൾ ഈ സോഷ്യൽ മീഡിയയെ പറ്റി പറഞ്ഞതിലേക്ക് ഒന്ന് പോവുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു തരത്തിലും ജീവിക്കാൻ അനുവദിക്കാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം കൊലപാതകം, നമ്മളെ കൊല്ലാൻ വെല്ലുവിളിക്കുക, നമ്മളെ കൊല്ലാൻ വരിക, അതായത് ഒരു തരത്തിലും സഹിഷ്ണുത എന്ന് പറയുന്ന സാധനമില്ല. ഇപ്പം ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മളിപ്പം കാർട്ടൂൺ ശങ്കറിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ 3 ആഴ്ചത്തേക്ക് തൻ്റെ കാർട്ടൂൺ കാണാത്തപ്പോൾ നെഹ്റു വിളിച്ചിട്ട് ഡോണ്ട് സ്പെയർ മീ ശങ്കർ എന്ന് പറഞ്ഞ കഥ പോലും ഉണ്ട്. പക്ഷേ ഇപ്പോഴത്തെ രാഷ്ട്രീയക്കാർക്ക് ഒരു സഹിഷ്ണുതയില്ല. അപ്പോൾ അത് ഞാൻ കോൺഗ്രസിനെ ഉൾപ്പെടുത്തി പറഞ്ഞത്. കാരണം ഒരു ഇഷ്യൂ വന്നപ്പോഴത്തേക്ക് ഞാൻ ഒരാളുടെ അനുകൂലമായിട്ടൊരു പോസ്റ്റിൻ്റെ പേരിൽ എനിക്കെതിരെ എല്ലാ കോൺഗ്രസ് ഓഫീസിലേക്കും സന്ദേശം ഇവനെ നശിപ്പിക്കണം എന്ന് പറഞ്ഞു. പിന്നെ CPM സ്ഥിരമായിട്ട് എനിക്ക് എതിരെ ചെയ്യുന്നത്, ഞാൻ BJP എന്നുള്ളവരുടെ വിചാരം, അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനെ എങ്ങനെയാണ് കാണുന്നത്? കാരണം ഇത് സമൂഹം എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള ചർച്ചകളും വേണ്ടത്. വളരെ മോശമായിട്ടുള്ളൊരു ട്രെൻഡ് വരികയാണ്. ഞാൻ സംവിധായകൻ രഞ്ജിത്ത് പണ്ടൊരു കമൻറ്റ് പറഞ്ഞു, ഞാൻ അദ്ദേഹത്തെ വിളിച്ച് അഭിനന്ദിച്ചു. അദ്ദേഹം പറഞ്ഞു, പണ്ട് നമ്മൾ ഈ ടോയ്ലറ്റുകളിൽ പോയി കഴിഞ്ഞാൽ ആളുകൾ അശ്ലീലം എഴുതി വയ്ക്കും, ട്രെയിനിലെ ടോയ്ലറ്റിൽ അശ്ലീലം എഴുതി വയ്ക്കും, കോമൺ ടോയ്ലറ്റിലൊക്കെ എഴുതി വയ്ക്കും, മറ്റെല്ലാ സ്ഥലത്തും അശ്ലീലം എഴുതി വയ്ക്കും. ഇപ്പോൾ ഒരു സ്ഥലത്തും കാണാറില്ല. എന്താണെന്നറിയാം, അവരെല്ലാം സോഷ്യൽ മീഡിയയിലാണ്. വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു നിരീക്ഷണമാണ്. കറക്റ്റ് ആയിട്ടുള്ള സോഷ്യൽ മീഡിയയിൽ എന്തും ചെയ്യാല്ല. മറ്റവന്റെ വിഷമം തീർക്കാനാണ് ഈ അശ്ലീലം എഴുതിയിരിക്കുന്നത്. അങ്ങനെ എഴുതണവന് ഇപ്പൊ അവിടെ എഴുതേണ്ട ഒരു ആവശ്യമില്ല, ടെൻഷനും വേണ്ട, അപ്പൊ കുത്തി എഴുതിയാൽ മതി എന്ന് പറയും. ഇതാണ് എൻ്റെ ഒരു, ഞാൻ അദ്ദേഹത്തെ വിളിച്ച് അഭിനന്ദിച്ചാണ് ഇത് പറഞ്ഞത്. എനിക്കുണ്ടായ ഫീലാണ്. അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ ഏത് ക്രിമിനലിനെ നമുക്ക് വെള്ളപൂശിയെടുക്കാം. ഒരു ടീം വന്നിട്ട് ഫേക്ക് ഐഡിയകൾ ഉണ്ടാക്കി ഏത് നല്ല മനുഷ്യനെയും ചെളിവാരി എറിഞ്ഞ് നശിപ്പിച്ച് കൊള്ളക്കാരനോ കുഴപ്പക്കാരനോ ആക്കാം. അയാളിങ്ങനെ അന്തം വിട്ട് അയാൾ നിൽക്കും. ആ രീതിയിലുള്ള മാനിപ്പുലേഷൻസ് ആണ് നടക്കുന്നത്. പക്ഷെ നമ്മൾ ഇതിനകത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മളൊരു നിയമം വഴിയൊന്നും ഇതിനെ നിയന്ത്രിക്കാൻ പറ്റില്ല. അത് അപ്പൊ ഒരുപാട് നിയന്ത്രണങ്ങൾ. അപ്പൊ ഈ ഭരണകൂടങ്ങൾ അതിനെ മിസ്യൂസ് ചെയ്യും. ഭരണകൂടങ്ങൾ മിസ്യൂസ് ചെയ്യും. ഇപ്പൊ ഏറ്റവും ദിവസം കേരളത്തിൽ തന്നെ ഇപ്പൊ മുഖ്യമന്ത്രിക്കെതിരായിട്ടൊരു സാധനം വന്നാൽ അപ്പൊ അവനെതിരായി കേസെടുക്കും. എനിക്കെതിരായിട്ടൊരു സംഭവം വളരെ മോശമായിട്ട് വന്ന് ഞാൻ പരാതി കൊടുത്താലും കേസെടുക്കില്ല. ഇല്ല. അപ്പൊ അത് ഭരണകൂടങ്ങൾ അത് മിസ്യൂസ് ചെയ്യും. സതീശേട്ടൻ എല്ലാ കമന്റുകളൊക്കെ വായിക്കാറുണ്ട് ഈ സോഷ്യൽ മീഡിയ? ഞാൻ വായിക്കാറില്ല. ഞാൻ ചിലപ്പോൾ ചില കാര്യങ്ങൾ വല്ല പോസിറ്റീവായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ വരും. ഇപ്പൊ ഞാൻ വായിച്ച പുസ്തകങ്ങളെ കുറിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ കമന്റ് വായിക്കാം. എന്ന് വെച്ചാൽ ഞാൻ വായിക്കാത്ത പുസ്തകങ്ങൾ ചിലർ പറയും, അപ്പൊ ഞാനത് നോട്ട് ചെയ്തെടുക്കും. അങ്ങനെ അല്ലെങ്കിൽ ഞാൻ അതിന് വേണ്ടി സമയം കളയാം. ഇല്ല. അത് എന്ന് വെച്ചാൽ നമുക്കറിയാം. ഇപ്പൊ നമ്മള് വളരെ മോശം പച്ചത്തേറി പറഞ്ഞുകൊണ്ട് ഒരാൾ കമന്റ് ഇട്ടാൽ നോക്കിയാൽ അയാളെ പ്രൊഫൈലിൽ ലോക്ക് ചെയ്തിരിക്കുകയായിരിക്കും. അയാൾ ഫേക്കാണ്, ഫേക്ക് ആയിട്ടുള്ള ആളാ. ഒരു സ്ഥലത്തിരുന്നായിട്ടാണ് ഇതുവരെ എഴുതുന്നത്. ഒരേ വാചകങ്ങളാണ് വരുന്നത്. ഇപ്പൊ VD സതീശൻ എന്നുള്ളതിന് VD സതീശൻ എന്ന് പറയും. അപ്പൊ അതൊരു സ്ഥിരം ഒരു സ്ഥലത്തു നിന്നാണ്, എല്ലാ സ്ഥലത്തു നിന്നും ഒരേപോലെ ഇങ്ങനെ ഇടും. എളുപ്പമാണല്ലോ പറയാൻ വേണ്ടിട്ട്, ഒരു പ്രാസം പോലെ ഒപ്പിച്ച്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വളരെ നമ്മൾ കേട്ടറിവ് പോലും ഇല്ലാത്ത കാര്യങ്ങൾ. നമ്മൾ ഭയങ്കര മോശക്കാരാണ്, നമ്മൾ ഭയങ്കര കൊള്ളക്കാരാണ്, ഭയങ്കര പ്രശ്നമാണ്, പിന്നെ വാ തുറന്ന വൃത്തിയോട് മാത്രം പറയുന്ന ഒരാളാണ്, നുണ മാത്രമേ പറയുള്ളൂ എന്നൊക്കെ പറഞ്ഞുള്ള
ചില ക്യാമ്പയിൻ അത് നമ്മളെ ഒന്നും ബാധിക്കില്ല. എൻ്റെ പൊളിറ്റിക്സ് കൺട്രോൾ ചെയ്യണത് സോഷ്യൽ മീഡിയ അല്ല. എനിക്ക് എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരോടും പറയുന്നത് സോഷ്യൽ മീഡിയ നിങ്ങളുടെ പൊളിറ്റിക്സ് നിങ്ങളെ നിയന്ത്രിക്കരുത്. പൊളിറ്റിക്സ് നിങ്ങൾക്ക് നിങ്ങളുടേതായ കാര്യങ്ങൾ വേണം. അത് പൊതുസമൂഹത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അറിവാണ്, അല്ലേ, ഇൻഫർമേഷൻ ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പിന്നെ ചിലർ എന്നോട് വന്ന് ചില കണക്കുകൾ പറയും, ഇത് എന്ത് കണക്കാ, അത് വാട്സാപ്പിൽ കിട്ടിയ കണക്കാ. ഞാൻ വാട്സാപ്പിൽ കിട്ടിയ ഏതോ ഒരുത്തരം ഇടുന്നതാണ്, അത് തെറ്റിദ്ധരിപ്പിക്കാൻ ഇതല്ല കണക്ക്, അല്ല സാറേ ഇതാണ് കണക്ക് എന്ന് പറയാം. അപ്പൊ നമ്മള് ആളെ പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഭയങ്കരമായ ബുദ്ധിമുട്ടാണ്. പിന്നെ ചിലര് ഈ എന്താണ് ചില ക്രിമിനൽ മൈൻഡുള്ള അവർക്ക് ഈ ക്രിമിനൽ ഒന്നും ആകാൻ പറ്റില്ല. ചെന്നിട്ട് ഒരാളെ കുത്തിക്കൊല്ലാനൊന്നും പറ്റില്ല. പക്ഷെ അവൻ അതിനേക്കാൾ ഭീകരമായിട്ട് ഇഞ്ചിഞ്ചായി കൊല്ലാന്ന് പറയില്ല, ഇതുവരെ ഇഞ്ചിഞ്ചായി കൊല്ല. ക്രിമിനലാണ്. ക്രിമിനൽ മൈൻഡുള്ള ഒരുപാട് ആളുകൾ സോഷ്യൽ മീഡിയയിൽ നേരത്തെ അശ്ലീലം എഴുതി വെച്ചിരിക്കുന്ന ആളുകൾ പോലെ തന്നെ ക്രിമിനൽ മൈൻഡുള്ള ആൾ കുറേ നല്ല ആളുകളുണ്ട്. നല്ല കാര്യങ്ങൾ പറയും. ഇപ്പം നിങ്ങളെ പോലത്തെ ആളുകൾ യാത്രയെക്കുറിച്ച്, ഭക്ഷണത്തെക്കുറിച്ച്, വ്ളോഗേഴ്സ് ആയിട്ടുള്ള ആളുകൾ എത്ര പേരുണ്ട്. ഇപ്പൊ കുട്ടികളെ വരെ ഞാൻ ശ്രദ്ധിച്ചു, സ്ത്രീകളുണ്ട് എത്ര പേര്. ഭയങ്കര പോസിറ്റീവായിട്ട് നിങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സംഭവം. ഞാൻ പറയുന്നത് നേരത്തെ അസൂയ തോന്നുന്ന തരത്തിലുള്ള ഒരു യാത്രയെക്കുറിച്ച്, അനുഭവത്തെക്കുറിച്ച്. ഞാൻ ഇന്നാള് നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങരയ്ക്ക് ഒരു അവാർഡ് കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ മദറിലോ എല്ലാ ദിവസവും കാണും പരിപാടി. അപ്പോ പുള്ളിക്കാരി ഒരു സ്ഥലത്ത് യാത്ര ചെയ്തിട്ടില്ല. ഞാൻ അങ്ങനെ വിദേശത്തൊന്നും അങ്ങനെ പോയിട്ടില്ല. പക്ഷെ ബോട്സ്വാനെ കുറിച്ച് ചോദിച്ചാൽ പറയും, യൂറോപ്പിനെ കുറിച്ച് ചോദിച്ചാൽ പറയും, അതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ പറയും. നമുക്കൊരു സംശയം ചോദിച്ചാൽ അത് എവിടെയെന്ന്. കാരണം സന്തോഷ് ജോർജ് കുളങ്ങര എന്ന് പറഞ്ഞ ഒരു യാത്രികൻ കൊടുത്താണ്. നിങ്ങളൊക്കെ അതൊക്കെ ഒരു പോസിറ്റീവ് ഇതല്ലേ. നമ്മൾ അറിയാത്ത, നമുക്ക് പോകാൻ പറ്റാത്ത പ്രദേശത്തെ കുറിച്ച്, ഭക്ഷണത്തിന്റെ വൈവിധ്യങ്ങളെ കുറിച്ച്, സാംസ്കാരിക വൈവിധ്യങ്ങളെ കുറിച്ച് ഒക്കെ ഇത് ഭയങ്കര രസമല്ലേ. യൂട്യൂബ് എല്ലാം കാണുമോ? ഞാനത് എനിക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റുകളുണ്ട്. യാത്ര എനിക്കിഷ്ടമാണ്, ഭക്ഷണം ചിലപ്പോ ഇഷ്ടമാണ്, ചിലപ്പോ കാണും. ഒരു പരിധിയുണ്ട്. വണ്ടി എനിക്ക് വലിയ താല്പര്യമുണ്ട്. താല്പര്യമുള്ള ഒരാളാണ്. ഞാൻ ശ്രദ്ധിക്കും വണ്ടിയുടെ കാര്യം. കാരണം നമുക്കുണ്ടല്ലോ ഒരു ഹിസ്റ്ററി, വണ്ടിയുടെ ഒരു ചേഞ്ച്. അത് ചോദിച്ചു, അത് ഭയങ്കര രസകരമായ കാര്യമാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോ എനിക്ക് ആഗ്രഹം ഒരു സൈക്കിളായിരുന്നു. സൈക്കിൾ മേടിച്ചിട്ടില്ല. ഞങ്ങൾ 6-7 കിലോമീറ്റർ നടന്നാണ് പോയിരുന്നത്. സ്കൂൾ ആർക്ക് സൈക്കിളില്ല, നീ സൈക്കിളിൽ പോകണ്ട, നടന്നു പോയാൽ മതി എന്ന് പറയും. ഭയങ്കര ആഗ്രഹമായിരുന്നു സൈക്കിള് കിട്ടിയിട്ടില്ല. കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ട്. സൈക്കിള് വാടകയ്ക്കൊക്കെ എടുത്തിട്ടാണ് സൈക്കിളൊക്കെ എടുത്തിട്ട് അവിടെ പോണത്. 50 പൈസ 25 പൈസക്കൊക്കെ ഒരു മണിക്കൂർ വാടകയ്ക്കൊക്കെ എടുത്താൽ പോകണം. സൈക്കിള് പോയിട്ടില്ല. പിന്നീട് എനിക്ക് ഡിഗ്രിയൊക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ മൂത്ത ബ്രദർ ഗൾഫിലേക്ക് പോയി. അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ഒരു SD ബൈക്കുണ്ട്, ജാവ എന്ന് പറയും പണ്ട്. ജാവ, ആ ജാവ ഭയങ്കര രസമാണ്. ഇങ്ങനെ പമ്പ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യണ വണ്ടി. അത് ഞാൻ ഉപയോഗിക്കും. അന്ന് വലിയ ഗ്ലാമറാണത്. അന്നൊരു ബൈക്ക് എന്ന് പറഞ്ഞാൽ അപ്പൊ എനിക്ക് തന്നിട്ട് പോയി. അപ്പൊ അത് ഞാൻ ഉപയോഗിച്ചു. ഈ എറണാകുളം ജില്ല മുഴുവൻ ഞാൻ ആ ബൈക്കിൽ യാത്ര ചെയ്തിട്ടുണ്ട്. ആ SD ബൈക്കിൽ യാത്ര ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കര രസകരമായിട്ടൊരു കാര്യം ഉണ്ടായിരുന്നു. ഞാൻ കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരാള്, എൻ്റെ ഒരു സ്നേഹിതൻ തന്നെയാണ്, കേരള യൂണിവേഴ്സിറ്റിയുടെ മുമ്പിൽ വന്നിട്ട് ഈ SD സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടാ. അപ്പൊ ഞാൻ പറഞ്ഞു, എന്ത് പറ്റി, ഇത് സ്റ്റാർട്ട് ആവണമെന്ന്. അപ്പൊ ഞാൻ പോയി ഇത് പമ്പ് ചെയ്യണമല്ലേ, പമ്പ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ചോദിച്ചത് എന്താ വലിയ ഇത് തള്ളിക്കൊണ്ട് നടന്നിരുന്ന ആളാണ്, നമ്മളൊന്നും അറിയില്ലല്ലോ എനിക്ക്. അതിനുശേഷം പിന്നെ എൻ്റെ വീട്ടില് ഞങ്ങളുടെ നാട്ടിലേക്ക് ഒരു പാലം വന്നു. അപ്പൊ വീട്ടിലൊരു അംബാസഡർ കാർ മേടിച്ചു. ആ കാർ ഇപ്പോഴും ഓർമ്മയുണ്ട്, ഡ്രൈവറാക്കി വെച്ചിട്ടുണ്ട്. ആ കാർ എനിക്ക് ഡ്രൈവിംഗ് അറിയില്ല, എൻ്റെ ബ്രദേഴ്സിന് എല്ലാവർക്കും അറിയാം. ഞാൻ പിന്നീടാണ് ഡ്രൈവിംഗ് പഠിച്ചത്. ആ വണ്ടിയിൽ ഞാൻ യാത്ര ചെയ്യാനായിട്ട് പോയിട്ടുണ്ട്. പിന്നെ ഞാൻ ഡ്രൈവിംഗ് പഠിച്ചു. പിന്നെ ഞാൻ കോടതിയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും മറ്റേ ഇത് SD അപ്പോഴേക്കും ഔട്ട്ഡേറ്റഡ് ആയി തുടങ്ങി. മറ്റേ വണ്ടികളൊക്കെ തുടങ്ങി. 100cc മറ്റേത്, അതൊരു ബൈക്ക് വാങ്ങിച്ചു. ആദ്യമായിട്ട് പൈസ കൊടുത്ത ബൈക്കാണ് CD100 ഹീറോ ഹോണ്ട CD100. അതുമായിട്ടാണ് കോടതിയിൽ വക്കീലായിട്ട് പോകുന്നത്. അപ്പൊ ഒരു വരുമാനമൊക്കെ ഉണ്ടാവും. ബാങ്കിൽ നിന്ന് ലോണൊക്കെ എടുത്തിട്ടാണ്, സ്വന്തമായിട്ടാണ് മേടിക്കുന്നത്. മുഴുവൻ പൈസ കൊടുത്തിട്ടല്ല, കുറെ പൈസ കൊടുത്തു, ബാക്കി പൈസ കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും വക്കീൽ പണിയൊക്കെ കുറച്ചുകൂടിയൊക്കെ മെച്ചപ്പെട്ട് കഴിഞ്ഞപ്പോൾ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഒരു കാറിൽ പോകണം, കാറ് മേടിക്കണം എന്ന് തോന്നി. അപ്പോൾ ഒരു മാരുതി 800 വാങ്ങിച്ചു. അത് എനിക്ക് തോന്നുന്നു അപ്പോഴേക്കും എൻ്റെ കല്യാണം കൂടിയായി. 96 മാരുതി 800 വാങ്ങിച്ചു. മാരുതി 800 ആണ് സ്വന്തമായി ആദ്യം മേടിക്കുന്ന കാറ്. പിന്നെ അതിന് ശേഷം 2001 MLA ആയപ്പോൾ
ഈ മാരുതി 800 MLA പണി നടക്കില്ല. ഒരു സെക്കൻഡ് ഹാൻഡ് അംബാസഡർ വാങ്ങിച്ചു. വീണ്ടും അംബാസഡറിലേക്ക് പോയി. അംബാസഡറിലേക്ക് കാരണം MLA പണി അന്ന് അങ്ങനെയാണ്. MLA മാർക്ക് അംബാസഡറാണ്. ഈ 800 അങ്ങനെ അത് ഒരു കൺസെപ്റ്റാണ്. അപ്പോൾ 800 ഒരു സെക്കൻഡ് ഹാൻഡ് അംബാസഡർ 2001 മേടിച്ചു. പിന്നീട് എനിക്ക് തോന്നുന്നത് 2005 ആയപ്പോഴേക്കും അംബാസഡറിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് സാധനം ഗ്രാൻഡ് അത് ആദ്യം മേടിച്ചാണ്. ഞാനും നമ്മുടെ TN പ്രതാപൻ MLA ഞങ്ങൾ രണ്ടുപേരും കേരളത്തിൽ ആദ്യം അത് വാങ്ങിക്കുന്നത്. അത് വാങ്ങിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. നല്ല വണ്ടിയായിരുന്നു, ഗംഭീര വണ്ടിയായിരുന്നു. അപ്പോഴേക്കും മറ്റേ വണ്ടി സെക്കൻഡ് ഹാൻഡ് വണ്ടിയൊക്കെ ആയതുകൊണ്ട് നമ്മുടെ നടുവൊക്കെ ഭയങ്കര യാത്രയില്ലെന്ന് MLA ആയിരിക്കും. അതാണ് വാങ്ങിച്ചത്. പിന്നെ നമ്മൾ ഇന്നോവയൊക്കെ വാങ്ങിക്കുന്നത് വളരെ ലേറ്റ് ആയിട്ടാണ്. ഇന്നോവ ഒക്കെ വാങ്ങിക്കുന്നത്. ഡ്രൈവിംഗ് എൻജോയ് ചെയ്യാറുണ്ടോ? ഡ്രൈവിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. തീർച്ചയായിട്ടും. ഞാൻ അതിൻ്റെ ഇടയിൽ ഒരു മാരുതി വാൻ വന്നു. പിന്നീട് ഒരു വാനും കൂടി ഉണ്ടായിരുന്നു വീട്ടിൽ വാങ്ങിച്ച. ആ മാരുതി വാനും ആ മാരുതി കാറിലും ഞാൻ ഒരുപാട് യാത്ര ചെയ്തിരുന്നു. നന്നായി യാത്ര ചെയ്തിരുന്നു. ഡ്രൈവിംഗ് എനിക്ക് ഇഷ്ടമായിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഈ പറഞ്ഞ പോലെ പ്രൈവസിയൊക്കെ പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ട് പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുകയാണ്. തുടക്കത്തിലെ പറഞ്ഞൊരു കാര്യം, എനിക്ക് അതിഭീകരമായ സുരക്ഷയൊന്നും വേണ്ടാന്ന്. ജനങ്ങളെ പേടിയില്ല? അതല്ല, അങ്ങനെ പേടിച്ചാൽ നമ്മൾ അങ്ങനെ പേടിച്ച് നടക്കേണ്ട കേസല്ലല്ലോ. എനിക്ക് എസ്കോർട്ടൊന്നും വേണ്ടാന്ന് ഞാൻ എഴുതി കൊടുക്കും. കാരണം എനിക്ക് പെട്ടെന്ന് ഈ ഒരു എന്താ പറയുന്നത്, ഒരുപാട് കാറുകളുടെ അകമ്പടി, ഒരുപാട് വാഹനങ്ങളുടെ അകമ്പടിയിൽ ഞാൻ പോകുമ്പോൾ അതൊരു അശ്ലീലമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തോ എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. വേറെ ആളിൽ പോകും, കേരളത്തിലെ മുഖ്യമന്ത്രി ഒന്നും പോകുന്നില്ലേ, എനിക്ക് വിരോധമൊന്നുമില്ല. എന്നാൽ ഇത്രയും വണ്ടിയുടെ ആവശ്യം മുഖ്യമന്ത്രി പിണറായി വിജയനും ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇത്രയും വണ്ടിയുടെ ഒന്നും ആവശ്യം. ചിലപ്പോൾ പോകുമ്പോൾ നമുക്കൊരു നമ്മൾ അകന്ന ആളുകളുമായിട്ടുള്ള ഒരു അകൽച്ച നമുക്ക് ഉണ്ടാവും. നമുക്ക് പോകുമ്പോൾ പൈലറ്റ് ഇപ്പോൾ വേണ്ടി വരും, പൈലറ്റ് എത്തൂലല്ലേ. അതുകൊണ്ട് ചിലപ്പോൾ വേണ്ടി വരും. ഗവൺമെന്റ് സമ്മതിക്കില്ല. പോലീസ് ഇല്ലാതെ നമ്മൾ യാത്ര ചെയ്യാൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായ ഗവൺമെന്റിന്റെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് പരിമിതമായ രീതിയിൽ ആവശ്യം. കേരളത്തിലൊന്നും ആരെയും ഒന്നും ചെയ്യും, അങ്ങനെ ചെയ്യും. അതൊക്കെ പോകുന്നല്ല, ഉണ്ടാക്കി പോകുന്ന. അതെനിക്ക് എപ്പോഴും തോന്നുന്നില്ല കരിങ്കൊടി എത്താൻ ഭയപ്പെടുന്നത് എന്തിനാണ്? അതൊന്നുമില്ല. നമ്മളിപ്പോ നമ്മളെയൊക്കെ കാണിച്ചിട്ടുണ്ട്, ആളുകൾ കാണിച്ചിട്ടുണ്ട്. ഗൗരവത്തോടൊരു പ്രതിഷേധമല്ലേ, ഒരു അത് വന്ന് ഭയങ്കരമായിട്ട് ഒരു വയലന്റ് മൂഡിലേക്ക് പോകരുന്ന് മാത്രമേ ഉള്ളൂ. ഒരു പ്രതിഷേധമല്ലേ, ഒരു സിമ്പൽ. ഇനി നമുക്കൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, വായന. നമുക്ക് ഡ്രൈവ് ചെയ്യുന്നതിന് മുമ്പ് വായനയിലേക്ക് കൂടെ പോകാൻ തോന്നുന്നു. തീർച്ചയായും. വായന എന്ന് പറയുന്നത് ഇപ്പം ഈ എന്നും രാവിലെ 3/4 മണിക്കൂറോ 2 മണിക്കൂറോ നടക്കുന്ന ആളാണ്. അതുപോലെ തന്നെ എന്നെ അനുഭവപ്പെടുന്ന കാര്യമാണ് ഈ തിരക്കിനിടയ്ക്ക് വായിക്കുന്നത്. ഇപ്പം ഞാനൊക്കെ ഈ യാത്രക്കിടയിലാണ് വായിക്കുന്നത്, പക്ഷേ എപ്പോഴും ഈ കാറിൽ സഞ്ചരിക്കുമ്പോൾ അതും പറ്റില്ല. എങ്ങനെയാണ് ഈ വായനയ്ക്ക് സമയം? വായനയുടെ മാനേജ്മെൻറ്റാണ് അത്. ഞാൻ എപ്പോഴും പറയും, എല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അത് ടൈം മാനേജ്മെൻറ്റാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ തിരക്കുള്ള ആളാണ് ഏറ്റവും കൂടുതൽ വായിക്കുന്നത്. എന്നേക്കാൾ തിരക്കുള്ള ആളുകൾ എൻ്റെ 10 ഇരട്ടി വായിക്കുന്ന ആളാണ്, ഭയങ്കരമായിട്ട് വായിക്കുന്ന ആളുണ്ട് ഒരുപാട് പേര്. പിന്നെ നെഹ്റുവിൻ്റെ തന്നെ വലിയ ഉദാഹരണമല്ലേ, എത്രയോ പേര്. എൻ്റെ അടുത്ത് വീരേന്ദ്രകുമാർ സാർ ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട്. വീരേന്ദ്രകുമാർ സാറ് ഇതുപോലെ ഞങ്ങളിത് സംസാരിക്കുന്ന ഒരാളാണ്. ഞാൻ 19 വയസ്സുള്ളപ്പോൾ ഒരു TN ജയചന്ദ്രൻ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി VC, അദ്ദേഹം പോർട്ടിൻ്റെ ചെയർമാനാണ്. ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, എങ്ങനെ ഈ തിരക്കിനിടയിൽ വായി? പുള്ളി എനിക്ക് തന്ന മറുപടിയാണ്, നമ്മളെക്കാൾ തിരക്കുള്ളവർ നമ്മളെക്കാൾ കൂടുതൽ വായി. ടൈം മാനേജ്മെന്റ് എൻ്റെ മനസ്സിൽ കിടക്കണം. അന്ന് ഞാൻ നന്നായി, അന്ന് എനിക്ക് വേറെ പണിയൊന്നുമില്ല, ഇഷ്ടംപോലെ വായിക്കുന്ന ആളാണ്. അന്ന് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ നന്നായി വായിക്കുന്ന ഒരാളാണ്. പിന്നെ ഈ തിരക്ക് നമ്മളെ ബാധിക്കരുത്. ഞാനിപ്പോൾ ഈ എന്നോട് ഞാൻ നിലമ്പൂർ ഇലക്ഷനിൽ ഞാൻ താമസിച്ചിരുന്നൊരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ ഭയങ്കര ടെൻഷനിൽ നിൽക്കുകയാണ്. അപ്പം ഞാൻ രാത്രി 10 മണിയായപ്പോഴേക്കും അവിടെ നിന്ന് വന്നു. 11 മണിയായപ്പോഴേക്കും ഞാൻ കുളിച്ചിരുന്നു, കുറച്ച് ഭക്ഷണം കഴിച്ചു. ഞാനൊരു 12 വരെ വായിക്കും. അപ്പം അതിൻ്റെ ഇടയിൽ 1-2 നേതാക്കന്മാരെ എന്നെ കാണാൻ പോകും. അപ്പോൾ അവരെന്നോട് ഈ ടെൻഷൻ്റെ ഇടയിൽ ഇങ്ങനെ വായിക്കുന്നത് ഇന്നത്തെ എൻ്റെ ടാർഗറ്റാണ്. ഇത് തീർന്നില്ലെങ്കിൽ ഓരോ ദിവസം നമ്മൾ ഓരോ ബുക്ക് തുറക്കുമ്പോൾ നമുക്കറിയാം എത്ര പേജ് പോകുന്നു. അപ്പോൾ ആ പേജ് നമ്മൾ ഇത് ചെയ്യും. അപ്പോൾ 5 ദിവസം കൊണ്ട് വായിക്കേണ്ട ഒരു 100-300 പേജൊക്കെ ആണെങ്കിൽ മലയാളമാണെങ്കിൽ കൂടുതൽ വായിക്കാൻ പറ്റും. മലയാളം ചിലപ്പോൾ നമുക്ക് ഒറ്റ യാത്രയിൽ ഒരു പുസ്തകം വായിച്ചത്. ഇംഗ്ലീഷ് ആകുമ്പോൾ കുറച്ചുകൂടി സ്പീഡ് കുറയും. നമുക്ക് സ്പീഡ് മലയാളം മീഡിയത്തിലൊക്കെ പഠിച്ചാൽ ഒരു സ്പീഡ് കുറയും. ഇപ്പൊ സ്പീഡായി. ഇപ്പൊ വായിച്ച് നമുക്ക് നല്ല സ്പീഡ് കിട്ടും. ഫിക്ഷനുകളാണോ നോൺ ഫിക്ഷൻ? ഞാൻ എല്ലാം വായിക്കും. ഞാൻ അതെല്ലാം സെലക്ഷൻ ഉണ്ട്. ഓരോന്നിനും ഓരോ കമ്പനി ഉണ്ട്. ഇപ്പൊ എനിക്ക് ഹിസ്റ്ററി വായിക്കുന്നതിന് കമ്പനി ഉണ്ട്. ഫസ്റ്റ് വേൾഡ് വാറിനും സെക്കൻഡ് വേൾഡ് വാറിനും ഇടയിലുള്ള കാര്യങ്ങൾ വായിക്കുന്ന ഒരു ടീമുണ്ട്.
ലോകത്ത് പല ഭാഗത്തുണ്ട് ഒരു കമ്പനിയാണ് അങ്ങോട്ട് കൊണ്ട് ഷെയർ ചെയ്യും. അപ്പൊ എന്റെ ടേസ്റ്റ് അവർക്ക് അറിയാം. ഡോക്ടർ എം കെ മുനീർ ഞാൻ എപ്പോഴും പറയുന്ന ആളാണ്. ഡോക്ടർ എം കെ മുനീർ എന്റെ ടേസ്റ്റ് അറിയാം. പുള്ളി ഒരു ബുക്ക് സ്റ്റോളിൽ പോയി കഴിഞ്ഞാൽ ഒരു ബുക്ക് കണ്ട അപ്പൊ വിളിക്കും, നീ ഇത് വായിച്ചാണെന്ന് ചോദിക്കും. അല്ലാന്ന് പറഞ്ഞാൽ 2.5 മേടിക്കും. അങ്ങനെ എക്കണോമിക്സ് വായിക്കാൻ. ഇപ്പൊ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന ബുക്ക് ലാൻഡ് ട്രാപ്പ് എന്ന് പറയുന്ന ഒരു ബുക്ക്, ഏറ്റവും ലേറ്റസ്റ്റ് ബുക്കാണ്. അതായത് എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു പ്രസിദ്ധീകരണത്തിന്റെ വാൾ സ്ട്രീറ്റിലെ എഡിറ്ററാണ്. ഭൂമിയിലെ ഏറ്റവും പഴയ അസറ്റ് ലാൻഡാണ്. അത് ഇന്നത്തെ മോഡേൺ ഇക്കോണമിയിലെ ലാൻഡ് എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അതിമനോഹരമായ പുസ്തകം ജസ്റ്റ് തുടങ്ങിയല്ലോ. പക്ഷെ എനിക്ക് റെക്കമെൻഡ് ചെയ്ത ആള് എന്റെ സ്നേഹിതനാണ്. അദ്ദേഹം ഒരു ജേർണലിസ്റ്റ് ആണ്. അദ്ദേഹം എന്നോട് പറഞ്ഞത് നല്ല ബുക്കാണ് തന്റെ. അപ്പൊ ഞാൻ വായിച്ചു തുടങ്ങിയപ്പോ 5 പേജ് വായിച്ചപ്പോൾ എനിക്കറിയാം എന്റെ ട്രാക്കാണെന്നറിയാം. അപ്പൊ അതങ്ങ് വായിച്ച് പോകും. അങ്ങനെ പലതിലുണ്ട് ഫിക്ഷൻസ്. മലയാളത്തിലേക്ക് ഇറങ്ങണ എല്ലാ എഴുത്തുകാരെയും ഏറ്റവും അടുത്ത കാലത്ത് കൊള്ളാം ഗംഭീരം തോന്നിയ ഒരു പുസ്തകം മലയാളത്തിലെ എഴുത്തുകാരില് മലയാളത്തിലെ ഇപ്പൊ തപോമയ്യയുടെ അച്ഛൻ സന്തോഷിന്റെ നന്നായിട്ട് പട്ടുനൂൽപ്പുഴു നല്ല പുസ്തകമാണ്. അങ്ങനെ കുറെ എഴുതിയിട്ടുണ്ട്. ആത്രേയകം വന്നു, കുറെ പുസ്തകങ്ങൾ. മനുഷ്യരാമുഖം അതിന് മുമ്പേ ഇറങ്ങിയ അത് അതിമനോഹരമായ പുസ്തകമാണ്. ഏറ്റവും യുണീക്ക് ആയിട്ടുള്ള ഒരു പുസ്തകമാണ്. അപ്പൊ സുഭാഷ് ചന്ദ്രൻ, ടി.ഡി. രാമകൃഷ്ണൻ, സന്തോഷ് കുമാർ, നല്ല ഒരുപാട് എഴുത്തുകാർ മലയാളത്തിൽ, നല്ല കഥാകൃത്തുക്കൾ, എൻ പ്രഭാകരനെ പോലുള്ള ഒരുപാട് പേര് പറഞ്ഞാൽ നമുക്ക് വളരെ വിട്ടുപോകും. നമുക്ക് സ്ത്രീ എഴുത്തുകാർ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പൊ ഞാൻ നിർമ്മലയുടെ ഒരു പുസ്തകം വായിച്ചു, രാജശ്രീയുടെ പുസ്തകം വായിച്ചു, ഷീല ടോമിയുടെ പുസ്തകം വായിച്ചു, വല്ലി ഒക്കെ വായിച്ചു, നിർമ്മലയുടെ പുസ്തകം വായിച്ചു. അങ്ങനെ കുറെ എല്ലാം വായിച്ചു. അപ്പൊ അത് ഏറ്റവും പുതിയ തലമുറ. പഴയ തലമുറയിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചൊരു എഴുത്തുകാരൻ മലയാളത്തില് അത് M.T. വാസുദേവൻ നായരുണ്ട്, ഉറൂബുണ്ട്, വികെനൊക്കെ മുഴുവൻ വായിച്ചു. M.T. വികെൻ, അതുപോലെ ഉറൂബ്, അവരൊക്കെ മുഴുവൻ, തകഴിയുടെ അവരൊക്കെ മുഴുവൻ അന്നൊക്കെ പിന്നെ മുഴുവൻ വായിച്ചു. എല്ലാ പുസ്തകങ്ങളും വായിച്ചു. അപ്പൊ നമുക്ക് ഒന്ന് 5 മിനിറ്റ് ഡ്രൈവ് ചെയ്തല്ലോ. ഓക്കെ. നമ്മളൊരു ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടിയ വണ്ടിയാണ് എനിക്ക് പോകുന്നത്. നമ്മളൊരു വോൾവോ. ഓരോ വണ്ടി ഇറങ്ങുന്നത് ഓരോ രീതിയിലാണ്. കേരളസ് വണ്ടി ഓടിച്ചിട്ടുണ്ടെങ്കിലും ഇതിന്റെ ഒരു പാറ്റേൺ വേറെയാണ്. ഇത് സേഫസ്റ്റ് ആണല്ലോ. പിന്നെ നല്ല വണ്ടിയാണ്. നമ്മളിപ്പോ ഇന്നോവ തന്നെ, നമ്മുടെ ഇപ്പൊ സർക്കാർ വണ്ടി ഇന്നോവ പഴയതാണ്. അപ്പോൾ ഞാൻ ഈ ഇലക്ഷൻ കാലത്ത് നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല, ഗവൺമെന്റ് വണ്ടി. ഇലക്ഷൻ കാലത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ഇപ്പോഴത്തെ ഹൈക്രോസ് കൊണ്ടുവന്നു. ഭയങ്കര വ്യത്യാസമാണ്. അപ്പൊ ഞാൻ ഉപയോഗിക്കുന്ന വണ്ടിയും ഈ വണ്ടിയും തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ്. ഇത് സ്ട്രോങ് ഹൈബ്രിഡ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും സംഗതി ആകെ ഭയങ്കര വ്യത്യാസമാണ്. ഭയങ്കര കംഫർട്ടാണ്. കംഫർട്ട് ലെവൽ വേറെയാണ്. പ്രത്യേകിച്ച് നമ്മളെ പോലെയൊക്കെ ഞങ്ങൾ ചില ദിവസം നോക്കുമ്പോൾ 500 കിലോമീറ്റർ 600 കിലോമീറ്റർ ഒക്കെ വരും വൈകുന്നേരം മുമ്പ് യാത്ര ചില ദിവസങ്ങള്. ഇപ്പൊ പിന്നെ ഞാൻ ഈ വന്ദേ ഭാരതൊക്കെ വന്ന കൂടി കുറച്ചുകൂടി ട്രെയിൻ ആക്കാൻ നോക്കും. ട്രെയിൻ ആകുമ്പോൾ രണ്ടും നടക്കും, വായന നടക്കും. കാറ് എന്ന് വെച്ചാൽ കാറിൽ വായന എന്ന് വെച്ചാൽ ഇപ്പൊ ഇതുപോലത്തെ റോഡാണെങ്കിൽ കാറിൽ വായന നടക്കില്ല, ഇല്ലെങ്കിൽ കാറിൽ വായന നടക്കില്ല. മറ്റേ ട്രെയിനിലാകുമ്പോൾ കംപ്ലീറ്റ്, ട്രെയിനിലും പ്ലെയിനിലും കംപ്ലീറ്റ്. പ്ലെയിനാണ് സുഖം. പ്ലെയിൻ എന്ന് വെച്ചാൽ ആരും ഫോൺ വരില്ല. ഈ നമ്മുടെ ഇവിടുത്തെ ഈ ട്രാഫിക് കൾച്ചർ, ഇപ്പം നിങ്ങളൊക്കെ ഇപ്പൊ സംസാരിക്കുമ്പോഴത്തേക്കും ഈ മാറ്റം കൊണ്ടുവരേണ്ടതിനെ പറ്റി കാര്യമായിട്ട് സംസാരിക്കുമ്പോൾ പലപ്പോഴും ഈ ട്രാഫിക് കൾച്ചറിനെ പറ്റി നിങ്ങൾ ആരും സംസാരിച്ചു? ഞാൻ അടുത്ത് സംസാരിച്ചു തുടങ്ങി. എനിക്ക് ഭയങ്കര, അതായത് ഇതും പുറത്തുള്ള യാത്രയുടെ ഇതാണ്. ഇപ്പോൾ കേരളത്തിലെ എല്ലാ നഗരങ്ങളിലും നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം നമ്മൾ ഇമ്പ്രൂവ് ചെയ്യണം. ഇപ്പോൾ ഉദാഹരണത്തിന് എറണാകുളത്ത് ഹൈക്കോടതിയിൽ ഞങ്ങൾ 2000-ഓളം വക്കീലന്മാരുണ്ട്, 2000 കാറിലാണ്. ലോകത്ത് ഒരു നഗരത്തിലും ഇല്ലല്ലോ അങ്ങനെ ആളുകൾ വരുന്നത്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? അപ്പൊ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ, നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ നഗരത്തിൽ നമുക്ക് ഉദ്ദേശിക്കുന്ന ഡെസ്റ്റിനേഷനിൽ എത്താൻ പറ്റുന്ന പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ വേണം. അപ്പൊ ആരും കാർ എടുക്കില്ല. ആലുവെന്ന് നമുക്ക് ഇപ്പോൾ മെട്രോ ഉണ്ട്, അത് കൾച്ചറായി മാറിയിട്ടില്ല. മെട്രോയിൽ കയറി ഇറങ്ങി നമ്മൾ ഇറങ്ങിയ അടുത്ത സ്ഥലത്തേക്ക് നമുക്ക് പോകേണ്ടത്, കോടതിയിലേക്കാണ് പോകേണ്ടെങ്കിൽ കോടതി പോവാ, ബാങ്കിലേക്കാണെങ്കിൽ ബാങ്കിലേക്ക് പോവാ. അതിനുള്ള ഫെസിലിറ്റീസ് നമുക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന നഗരത്തിലെ തിരക്ക് കുറയും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറെ ഈ മറ്റേ സാധനങ്ങളെല്ലാം, വലിയ ലഗേജ് അല്ല, മറ്റേ മെറ്റീരിയൽസ് കൊണ്ടുപോകുന്നത് ഈ കോസ്റ്റൽ ഷിപ്പിങ്ങും മറ്റു സംവിധാനങ്ങളെ കൂടെയൊക്കെ വന്നു കഴിയുമ്പോഴേക്കും കുറെ വ്യത്യാസം വരും.
ഇപ്പൊ എന്നെ ഭയപ്പെടുന്ന ഒരു കാര്യമാണ് ഇവിടെ ഇപ്പം അദാനിയുടെ ഒരു ലോജിസ്റ്റിക്സ് പാർക്ക് വരുന്നത്. അത് അല്ലെങ്കിൽ തന്നെ ആ റോഡുകൾ മുഴുവൻ കൺജസ്റ്റഡാ. അവിടെ പ്രത്യേകിച്ച് ഹോസ്പിറ്റലിലേക്കുള്ള റോഡും കൂടിയാ. പക്ഷെ അതിന് റോഡിനൊരു സൗകര്യം വർദ്ധിപ്പിക്കാതെയാണ് ഇപ്പൊ അവിടെ ആ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാതെയാണ്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാതെ അത്തരം സ്ഥാപനങ്ങൾ വന്നിട്ട് നമുക്ക് കാര്യമില്ല. അപ്പോൾ റോഡുകളൊക്കെ കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യണം. റോഡിൻ്റെ അകത്തുള്ള ഒരു ട്രാഫിക് കൺട്രോൾഡ് ആവണം. ഈ സിറ്റികളിലെല്ലാം പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ ഡെവലപ്പ് ചെയ്യണം. അപ്പൊ ഹൈവേ വരുമ്പോൾ കുറെ വ്യത്യാസം വരും നമ്മുടെ യാത്രയിൽ. അന്നേരം ലൈൻ ട്രാഫിക് പഠിക്കാത്തതിന്റെ ഇഷ്യൂസ് ആയിരിക്കും. അത് വരും. അത് ആക്സിഡൻസിനുള്ള പോസിബിലിറ്റീസ് ധാരാളമായിട്ട് ഉണ്ടാവും. അത് നമ്മൾ നോക്കണം. അതുകൂടി പരിഗണിച്ചാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എന്റെ ഒരു അഭ്യർത്ഥന അതാണ്, മറ്റു കാര്യങ്ങൾ ഈ ഒരു സംഭവത്തിനും വേണം. ഇപ്പൊ ഈ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ വിദേശ വണ്ടി ഓടിച്ചിട്ടുണ്ടോ? ഞാൻ ഓടിച്ചിട്ടില്ല, കാരണം എനിക്ക് ലൈസൻസ് ഉണ്ടായിരുന്നില്ല, ഇന്റർനാഷണൽ ലൈസൻസ് ഇല്ല. പക്ഷെ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്, ഓടിക്കില്ല. കാരണം ലൈസൻസ് ഇല്ലാതെ ഓടിച്ചാൽ അവിടെ ഒരു പ്രശ്നമല്ല. ഇന്റർനാഷണൽ ലൈസൻസ് വേണ്ടേ, നമുക്ക് അതില്ല എനിക്ക്. പക്ഷെ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട് കാറിൽ. യൂറോപ്പിലൊക്കെ കാറിൽ യാത്ര ചെയ്യുന്നത് ഭയങ്കര രസമാണ്. അതൊക്കെ ഭയങ്കര ഹരമായിട്ടുള്ള ഒരുപാട് ഫ്രണ്ട്സ് ഒക്കെ നമുക്ക് അവിടെ ഉണ്ട്. ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് പോവുക, ആൽപ്സിന്റെ പർവ്വതനിരകളുടെ താഴെ കൂടി ഭയങ്കര രസമാണല്ലോ. നമ്മൾ ഈ പുസ്തകത്തിലൊക്കെ വായിച്ചേക്കുന്ന സ്ഥലങ്ങളിൽ കൂടിയൊക്കെ പോകുമ്പോഴുള്ള ഒരു സന്തോഷവും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ധാരാളമായിട്ട്. ഇവിടെ ഈ പറഞ്ഞ പോലെ നമ്മള് മറ്റു പല രാജ്യങ്ങളിലും പോകുമ്പോൾ നമുക്കൊരു എൻജോയ് ചെയ്താ ഡ്രൈവിങ്. നമ്മുടെ ഇവിടെ കേരളത്തിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ കേരളത്തിന്റെ ഒരു ജനസംഖ്യയുടെ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ, സ്ഥലമില്ലായ്മ. റോഡിന് നമ്മൾ സ്ഥലം എടുക്കണമെങ്കിൽ ഇപ്പൊ നാട്ടുംപുറത്ത് പോലെ ഒരു റോഡ് പണിയണമെങ്കിൽ ഒരാൾ ഒരു സെന്റ് തരില്ല ഇടാ. അപ്പൊ അപ്പാർട്ട് ഫ്രം യാത്ര, വായന, എന്താണ് മറ്റൊരു ഹോബി? ട്രെക്കിംഗ് ആണ് ഏറ്റവും പ്രധാനം. ശരി, വലിയ ട്രെക്കിംഗ് ഒക്കെ പോയിട്ടുണ്ടോ? പോയിട്ടുണ്ട്. ഞാൻ ഒരു സൗത്ത് ഇന്ത്യയിലെ ഏകദേശം എല്ലാ നാടുകളിലും ട്രെക്ക് ചെയ്യുന്നത്. ഒരു 18 വയസ്സ് മുതൽ പോയിട്ടുണ്ട്. ഞങ്ങൾക്ക് അതിന് വലിയ സംഘമുണ്ട്. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. ഇപ്പോഴും ഞാൻ സമയം കിട്ടിയാൽ പോകും. ട്രെക്കിംഗ് ആണ് ഏറ്റവും രസം. കാട്ടിക്കൂടി നടക്കില്ല. അത് ഞാൻ അഗസ്ത്യാർകൂടം മുതൽ പോയിട്ടുണ്ട്. പെരിയാർ ഓൾമോസ്റ്റ് എല്ലായിടത്തും പോയിട്ടുണ്ട്. പിന്നെ പറമ്പിക്കുളം, സൈലന്റ് വാലി, മുത്തങ്ങ, കബനി, സത്യമംഗലം, സൗത്ത് മുഴുവൻ ഓൾമോസ്റ്റ്. മറ്റേ ഇവിടെ മാത്രം പോകാൻ പറ്റിയിട്ടില്ല, നമ്മുടെ സഫാരി ആഫ്രിക്കൻ, അത് പോകാൻ പറ്റില്ല. 2 പ്രാവശ്യം ടിക്കറ്റ് എടുത്തിട്ട് പല കാരണങ്ങൾ കൊണ്ട് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. അത് പോയിട്ടില്ല. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മളിപ്പോൾ അവിടെ ഗൊരംഗൊരയോ അല്ലെങ്കിൽ സെറംഗെട്ടി ഇവിടെയൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ വയനാട്ടിൽ വെച്ചൊരു ആനയുടെ വാലൊന്നും നമ്മൾ മൈൻഡ് ചെയ്യും. ആയിരക്കണക്കിനാണല്ലോ. അതെ. പക്ഷെ ഇവിടുത്തെ ഒരു വേറെ ഒരു ആംബിയൻസ് ആണ്, ഇവിടുത്തെ ഒരു ആംബിയൻസ് ആണ്. നമ്മുടെ കാടിന്റെ അത്ര ഭംഗിയുള്ള കാടുകളും ഇല്ല. ഇല്ല, നമ്മുടെ നാച്ചുറൽ ഫോറസ്റ്റ് ആണ്. പിന്നെ ഈ ടീക്ക് പ്ലാന്റേഷൻ ഒക്കെ കൊണ്ടുവന്ന് അക്കേഷ്യയൊക്കെ വെച്ച് കുറച്ച് വഷളാക്കിയെങ്കിലും ഭയങ്കര രസമാണ്. അപ്പൊ മൃഗങ്ങളെ കാണുന്നത് ഒരു സന്തോഷമാണ്. പണ്ട് പക്ഷെ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ 10-25 കൊല്ലം മുമ്പ് നമ്മൾ പോകുമ്പോൾ ആനക്കൂട്ടത്തിന്റെ അടുത്തുകൂടി നമ്മൾ പോയാലും പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ ഉപദ്രവിക്കും. എന്നുവെച്ചാൽ ഈ മനുഷ്യര് അവരെ ഉപദ്രവിക്കാൻ തുടങ്ങിയപ്പോൾ അവർ മനുഷ്യരെ കാണുമ്പോൾ പേടിയാണ്. ഇപ്പൊ ഈ ഫോട്ടോ ഒക്കെ മൊബൈൽ എടുക്കാൻ വേണ്ടിയിട്ട് അതിനെ കല്ലെറിയും. അപ്പൊ അതിങ്ങനെ തുമ്പിക്കൈ പൊക്കി വരും. അപ്പൊ അത് ഫോട്ടോ എടുക്കും. അങ്ങനെ അതിനെ പ്രകോപിപ്പിച്ച് പിന്നെ ഈ തടിലോരെയൊക്കെ പോകുമ്പോൾ ആന നിൽക്കണ്ടെങ്കിൽ ഒന്ന് ഉരച്ചിട്ട് പോകും. അങ്ങനെ മനുഷ്യരോടൊരു അകൽച്ച വന്നു. മറ്റൊന്നും ഒരു പ്രശ്നമില്ല. ശരിയാണ്. അപ്പൊ അതിന് കുടുംബത്തിലേക്ക് വരാം. എങ്ങനെയാണ് ഇപ്പൊ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ എങ്ങനെയാണ് കുടുംബത്തിന് വേണ്ടി സമയം കണ്ടെത്തുന്നത്? നമ്മൾ ഇതിലല്ലേ പോണ, നമുക്ക് മുന്നോട്ട് പോയിട്ടല്ലേ. ഈ കുടുംബത്തിലെ പ്രശ്നം എന്ന് വെച്ചാൽ വൈഫും മകളുമാണ് പ്രധാനമായിട്ടുള്ളത്. പിന്നെ തറവാട്ടിൽ എല്ലാവരും താമസിക്കുന്ന ഇടയ്ക്ക് അവരെ പോയി കാണും. വൈഫിന്റെ മോളുടെയും പ്രശ്നം, മോളിപ്പോ ബാംഗ്ലൂർ പഠിക്കുകയാണ്, PhD ആണ്. ഇടയ്ക്കിടയ്ക്ക് വരും, എല്ലാ ദിവസവും വിളിക്കും, സംസാരിക്കും, കാര്യങ്ങളെല്ലാം പറയും. ഇവിടെ ഉള്ളപ്പോ ഞാൻ രാത്രി എത്ര വൈകി വന്നാലും കുറെ സമയം കൂടെ സ്പെൻഡ് ചെയ്യും, സംസാരിക്കും. അവർക്ക് താല്പര്യമാണോ അച്ഛൻ ഇങ്ങനെ ഇപ്പൊ പ്രതിപക്ഷ നേതാവ് ഇനി അങ്ങനെ മേലോട്ട് പോകുന്നത്? അച്ഛന്റെ ഈ സമയം കുറച്ച് കിട്ടുമെന്നുള്ളൊരു ടെൻഷൻ അവർക്ക് അങ്ങനെ ഒരു അമിതമായി നമ്മളിങ്ങനെ ഞാനിതെല്ലാം ഉപേക്ഷിച്ച് വീട്ടിൽ കൂടെ ഇരുന്നാൽ അതായിരിക്കും സന്തോഷം വൈഫിന്. മോൾ അങ്ങനെയല്ല, മോള് അത് നമ്മുടെ ഒരു പ്രൊഫഷൻ പോലെയാണ്, നമ്മുടെ ജോലിയാണ്, നമ്മൾ പണ്ട് പോലെ ഇതിൻ്റെ അകത്തുള്ള ആളാണ്, അതങ്ങ് പൊയ്ക്കോട്ടെ. പക്ഷെ ഒരു ഫാമിലി സ്പേസ് ഞാൻ ആ സ്പേസ് കൊടുക്കും. കാരണം അത് അവരല്ലേ നഷ്ടപ്പെടുന്നത്. നമ്മൾ കാരണം അവര് സഫർ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ മോളുമായിട്ട് എനിക്ക് നല്ല ഇന്ററാക്ഷൻ ഉണ്ട്. എനിക്ക് മോളുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, എനിക്കൊരു പുതിയ തലമുറയുടെ ടേസ്റ്റും ഇൻട്രസ്റ്റും ഒക്കെ അറിയാൻ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. പലതരത്തില്.
അപ്പോൾ നല്ല ഇൻട്രാക്ഷൻ ഉണ്ട് എല്ലാ കാര്യങ്ങളും. അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ഇടയ്ക്ക് വിളിക്കും, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ എല്ലാ ദിവസവും സംസാരിക്കും. ഞാൻ വൈഫുമായിട്ടും ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ കൂടുമ്പോൾ ഒന്നിനും ഇങ്ങോട്ട് വിളിക്കും, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിക്കും. ഞങ്ങൾ സംസാരിക്കും, ഫോണിൽ സംസാരിക്കും. രാത്രിയൊക്കെ വൈകി വരും. ഇപ്പോൾ വൈകി വരും. അവർക്ക് ചെറിയ നമ്മളെ അവൈലബിൾ അല്ലാത്തതിന്റെ ഒരു വിഷമമുണ്ട്. എന്താ പഠിക്കുന്നത്? മോള് ലിറ്ററേച്ചറാണ്. വായന ഉള്ള ആളാണ്. നന്നായിട്ട് വായിക്കും. അത് ടേസ്റ്റാണ്. പഠിപ്പിക്കണം എന്നാണ്, കോളേജിൽ പഠിപ്പിക്കണമെന്നാണ് ആഗ്രഹം. ഒരു കോളേജിൽ തൽക്കാലത്തേക്ക് പഠിപ്പിച്ചിരുന്നു. പിന്നെ PhDക്ക് അഡ്മിഷൻ കിട്ടിയപ്പോൾ പോയതാണ്. എന്തായാലും എനിക്ക് തോന്നുന്നത് ഞാൻ മോളുടെ ഫ്രണ്ട്സുമായിട്ട് ഞാൻ ഭയങ്കര ക്ലോസ് ആണ്. അവരുടെ ഫ്രണ്ട്സ് എല്ലാവരുമായിട്ട് എന്റെ മക്കളെ പോലെ തന്നെയാണ്. അവരൊരു നല്ല കമ്പനി ഉണ്ട്, നല്ല അവരൊക്കെ ആയിട്ട് ഞാൻ വളരെ ക്ലോസ് ആണ്. പുതിയ തലമുറയുടെ അവരെപ്പോഴും അറിയാൻ പറ്റും. അവരെല്ലാ കാര്യങ്ങളും പറയും, നമ്മളെ കളിയാക്കും. അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ട് പല രീതിയിൽ. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ അത്യാവശ്യം ഈ VD സതീശൻ എന്ന നമ്മുടെ നേതാവിനെ അടുത്ത് അറിയുന്ന രീതിയിലുള്ള സംഭാഷണമൊക്കെ നടത്തിയതാണ്. അതിന് പകരം നമ്മൾ രാഷ്ട്രീയം ചോദിക്കുകയും വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ആൻസർ കിട്ടുകയും ചെയ്യുന്നതിലൊക്കെ എത്രയോ ഗംഭീരമായിരുന്നു നമ്മുടെ ഒരു കോൺവെർസേഷൻ. എനിക്ക് ബൈജുവിനോട് ഞാൻ പറയില്ല, ഞാൻ ഡയലോഗ് വിത്ത് VDS എന്ന് പറഞ്ഞ പരിപാടി നടത്തിയപ്പോൾ ഓരോ രംഗത്തും പ്രമുഖരായിട്ടുള്ള ആളുകളെയാണ് ഞാൻ ഡയലോഗ് നടത്തിയത്. ഞാൻ ബൈജുവായിട്ട് സംസാരിച്ചപ്പോൾ അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഈ ലോകം കാണുന്നവർ എന്ന് പറയുന്നത് വലിയ വ്യത്യാസമാണ്. നമ്മളൊരു പറയല്ലോ, നമ്മൾ പൊട്ടക്കിണറ്റിലെ തവളയാകരുത് എന്ന് പറയുമല്ലോ. അതാകാതെ നമ്മൾ ലോകം എന്താണെന്ന് മാറിക്കൊണ്ടിരിക്കുന്ന ഒരിതാണ്. അപ്പോൾ ഞാനത് യാത്ര ചെയ്യുന്ന എല്ലാവരും അത് അങ്ങനെ ആവണമെന്നില്ല. ചിലർ യാത്ര ചെയ്താലും ഒരു ചേഞ്ച് ഉണ്ടാവില്ല, ചിലർക്ക് ഒന്നും പഠിക്കൂല. നിങ്ങളൊക്കെ അതല്ല, നിങ്ങൾ ഒരുപാട് വ്യത്യാസങ്ങൾ നമ്മുടെ കാര്യങ്ങൾ ഒക്കെ ഇങ്ങനെ പറഞ്ഞു തരുന്ന ആളുകളാണ്. ഞാൻ എപ്പോഴും പറയുന്നത്, ഞാൻ ചേഞ്ച് മേക്കേഴ്സ് ആണ് യാത്ര ചെയ്യുന്നവർ, ചേഞ്ച് മേക്കേഴ്സ് ആണ്. ഞാൻ എൻ്റെ യാത്ര എന്നെ അത്രയും നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ലോകം ഞാൻ ഇനിയും കാണാനുണ്ട്, ലോകം ഇനിയും നമുക്ക് ലോകം കാണണം. ഇപ്പം ഇന്ന് യാത്ര ചെയ്യുന്നതൊക്കെ ആ ഒരു നമ്മൾ സമയം കണ്ടെത്തി, ഇപ്പൊ വായനയ്ക്ക് സമയം കണ്ടെത്തുന്ന പോലെ തന്നെ സമയമില്ല എന്ന് പറയുന്നത് ശരിയല്ല. വായനയ്ക്കും സമയം കണ്ടെത്തുന്ന പോലെ തന്നെ യാത്രയ്ക്കും നമ്മള് പഴയ ഓർമ്മയിൽ യാത്രയ്ക്ക് സമയം കണ്ടെത്തണം. ഞാനത് എന്നെ വല്ലാതെ അലട്ടുന്നതാണ്. ഞാൻ ട്രെക്ക് ചെയ്യാൻ പോകുന്നുണ്ട്, ഇതൊക്കെയായാലും എനിക്കത് ട്രെക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ഒരു ഇതുണ്ട്. എന്തായാലും ഒരു അനുഭവമാണ്. നമ്മൾ സംസാരിക്കുകയും പുതിയ കാര്യങ്ങളെ പറ്റി പറയും, പുതിയ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ആലോചിക്കുകയും ഇതെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. അല്ല, ഞാൻ പലപ്പോഴും നമ്മൾ ഈ പറഞ്ഞ നമ്മൾ ഇത്ര യാത്രയൊക്കെ ചെയ്യുന്ന ആളായതുകൊണ്ട് നമുക്ക് നമ്മുടെ രാഷ്ട്രീയക്കാരുടെ പല കാര്യങ്ങളും എനിക്ക് അതൊരു താല്പര്യം തോന്നാറില്ല. പക്ഷേ നിങ്ങളെപ്പോലുള്ളവർ സംസാരിക്കുമ്പോഴാണ് നിങ്ങളൊക്കെ എത്രത്തോളം അഡ്വാൻസ്ഡ് ആണ് അത്തരം കാര്യങ്ങൾ ചിന്തിക്കുന്ന കാര്യത്തിൽ നിന്ന് എനിക്ക് തോന്നാറുണ്ട്. ഇനി ഇതെല്ലാം നമ്മുടെ കേരളത്തിൽ നടപ്പിലും കൂടെ വരുത്താൻ പറ്റുന്ന ഒരു അവസരം. അപ്പോൾ എന്താ ഏറ്റവും തിരക്ക് പിടിച്ച ഒരു ദിവസത്തിനിടയ്ക്കാണ് നമുക്ക് വേണ്ടി ഇത്രയും സമയം കണ്ടെത്തിയത്. ഇനിയിപ്പോൾ ഇലക്ഷൻ്റെ കാര്യമായതുകൊണ്ട് അറിയാമല്ലോ, ഇനി വലിയ തിരക്കിലേക്ക് പോവുകയാണ് അല്ലേ. അപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാവിധ വിജയങ്ങളും ആശംസിക്കുന്നു. വിജയത്തിലുപരി നമ്മൾ ഈ സംസാരിച്ച പോലെ ഇത്രയും മനസ്സിൽ ഇത്രയും കാര്യങ്ങൾ കേരളത്തെ പറ്റി കൊണ്ടു നടക്കുന്ന ആളെന്നുള്ള നിലയ്ക്ക് ഇതെല്ലാം ഞങ്ങളിനി പുതിയ ഒരു കാലഘട്ടത്തിൽ ഇതെല്ലാം ഇവിടെ നടപ്പിലാക്കും എന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടിയാണ് ഞാൻ ഈ ഒരു തീർച്ചയായിട്ടും അവസാനിപ്പിക്കുന്നത്. അത് ചെയ്യണം. ആ ഒരു മാറ്റം കേരളത്തിനുണ്ടാകണം. അതിൽ ഞാൻ പറയുന്നത്, നിങ്ങളെപ്പോലെ യാത്ര ചെയ്ത് ലോകം കണ്ട അനുഭവം, യാഥാർത്ഥ്യങ്ങൾ കണ്ടെത്തിയ ആളുകളുടെ എല്ലാവരുടെയും ഒരു കോൺട്രിബ്യൂഷൻ. നിങ്ങളും ഈ ഭരണകൂടത്തെയും ഭരണാധികാരികളെയൊക്കെ അഡ്വൈസ് കൊടുത്തും ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയൊക്കെ നിങ്ങൾ അതിനകത്ത് ചെയ്യണം. അത് ഞാൻ പറഞ്ഞല്ലോ, ഇൻട്രാക്ഷൻസ് ഞാൻ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞു, നമ്മുടെ മലയാളികളൊക്കെ എന്തെല്ലാം രംഗങ്ങളിലാണ് ശോഭിക്കുന്നത്, അവരുടെയൊക്കെ ആ കഴിവുകൾ നമുക്ക് ഉപയോഗിക്കണം. ഒരു നല്ല ടീം ആ കാര്യത്തിലുണ്ടാകും. നിങ്ങളെപ്പോലുള്ള ആളുകൾ കൂടി അതിൽ വലിയ പങ്ക് വഹിക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. തീർച്ചയായിട്ടും വളരെ ഒരു നല്ല സംഭാഷണം, നമുക്കൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഇത് കിട്ടി. സന്തോഷം. ഒരു കാര്യം കൂടെ ഉണ്ട്, അതായത് വായനക്കാരെന്നുള്ള നിലയ്ക്ക് എനിക്ക് കൊടുക്കാവുന്നതിൽ ഏറ്റവും വലിയൊരു സമ്മാനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം ഇത് എനിക്ക് തോന്നുന്ന ഒരു 15 വർഷം വരെ വായിക്കാനുള്ള സാധനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൂടെ തരാം. അപ്പോൾ സാഹിത്യ വാരഫലത്തിൻ്റെ സമ്പൂർണ്ണ കളക്ഷൻ 16 കിലോ ഉണ്ട് കേട്ടോ. അകത്ത് കൂടുതൽ കനപ്പെട്ട സാധനമാണെങ്കിലും വെയിറ്റ് മാത്രം 16 കിലോ ഉണ്ട്. അതിന്റെ കൂടെ ചെറിയൊരു എൻ്റെ ഒരു പുസ്തകം കൂടി ഞാൻ പറഞ്ഞിരുന്നു, ബൈജുവിന്റെ സിൽക്ക് റൂട്ട്. ഇതൊന്ന് ചൈനീസ് അല്ലേ, നമ്മളെ ചൈനീസ് ഇതാണല്ലോ.
വണ്ടിയിൽ ബാക്കിൽ വെച്ച്. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. ഓക്കെ, സന്തോഷം. ഞാൻ മീറ്റ് ചെയ്തോളാം. ശരി.